ഹലോ, അഫീസ് നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ ഇടാനുള്ള പിക്ചേഴ്സ് ഗൂഗിളിൽ നിന്ന് എങ്ങനെ കോപ്പിറൈറ്റ് ഇല്ലാത്ത പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടൊരു വീഡിയോ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് യൂട്യൂബ് ഓഡിയോ ലൈബ്രറിയിൽ നിന്ന് എങ്ങനെയാണ് മ്യൂസിക് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം, സ്കിപ്പ് ചെയ്യാണ്ട്. അപ്പോൾ നമ്മൾ ഫോണിൽ ഗൂഗിൾ ക്രോം എടുക്കുക. ഗൂഗിൾ ക്രോം എടുക്കുമ്പോൾ ഇങ്ങനെ വരില്ലേ. അപ്പോൾ അത് അവിടെ യൂട്യൂബിൽ നിന്ന് കാണുന്നത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ID വെച്ചിട്ടുള്ള യൂട്യൂബ് എടുക്കണം കേട്ടോ. അത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് YT സ്റ്റുഡിയോന്നൊന്നും ഓഡിയോ ലൈബ്രറി ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയാണ് ചെയ്യുക, ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരില്ലേ നമ്മൾ ഗൂഗിൾ എടുക്കുമ്പോൾ. എന്നിട്ട് അതിൽ യൂട്യൂബ് സെലക്ട് ചെയ്യുക. യൂട്യൂബ് സെലക്ട് ചെയ്തിട്ട് ടോപ്പിലെ 3 ഡോട്ട് കണ്ടില്ലേ, ആ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇത് ഓപ്പൺ ആയിട്ട് വരും. അത് ഓപ്പൺ ആയി വരുമ്പോൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ലാപ്ടോപ്പിൽ കാണുന്ന മാതിരി കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അത്രയും കിട്ടി. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ചാനൽ ഐക്കൺ അവിടെ തെളിഞ്ഞു വരും. അതായത് ടോപ്പിൽ റൈറ്റ് സൈഡിൽ ഈ ഒരു 3 ഡോട്ടിൻ്റെ അടിയിലായിട്ട് നമ്മുടെ ചാനൽ ഐക്കൺ അവിടെ തെളിഞ്ഞു വരും. സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആ ഐക്കൺ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ ചാനൽ ഐക്കണുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുക. റൗണ്ടിൽ കണ്ടില്ലേ, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയിട്ട് വരും. ക്രോം എടുക്കുക, യൂട്യൂബ് എടുക്കുക, ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കുക, ചാനൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ വരില്ല. അതിൽ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഓപ്പൺ ആയിട്ട് വരും. നമ്മുടെ ചാനൽ ഡാഷ്ബോർഡ് വരും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചു തന്നിരുന്നത് ചാനൽ ഡാഷ്ബോർഡ്. ഈ ചാനൽ ഡാഷ്ബോർഡിൽ ലെഫ്റ്റിൽ കുറച്ച് ഐക്കൺസൊക്കെ കാണാം. അതിലേറ്റവും താഴെ നമ്മുടെ ഡോളർ സൈൻ്റെ ഒക്കെ താഴെയായിട്ട് കണ്ടില്ലേ ഒരു മ്യൂസിക്കിൻ്റെ ഒരു സിമ്പിൾ, അതാണ് യൂട്യൂബ് ഓഡിയോ ലൈബ്രറി. അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓഡിയോ ലൈബ്രറിയാണത്. അപ്പോൾ അതേ നമുക്ക് ഇത് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇഷ്ടമുള്ള മ്യൂസിക് ഓരോന്നും നോക്കുക. അതുപോലെ ഓരോ മൂഡ് അനുസരിച്ച് ഉള്ള ഇതുണ്ട്, സാഡ്, ആംഗ്രി, ഹാപ്പി, അതുപോലെ ഓരോ ആർട്ടിസ്റ്റിൻ്റെ അത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ പ്ലേ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ആ ഒരു ഡൗൺലോഡ് സിമ്പിളുകൾ കണ്ടില്ലേ, ആ ഡൗൺലോഡ് സിമ്പിളുകൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നുള്ളൂ. ഇവിടെ നിന്ന് തന്നെ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. നമ്മുടെ ഇഷ്ടത്തിന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഡൗൺലോഡ്സിൽ അത് വന്ന് കിടക്കും. ഗാലറിയിലല്ല, നമ്മളുടെ ഗൂഗിൾ ക്രോമിൻ്റെ ഡൗൺലോഡ്സിൽ അത് ഉണ്ടാവും. പിന്നെ ഇവരുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, യൂട്യൂബ് ഓഡിയോ ലൈബ്രറിയിലെ കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും മ്യൂസിക് വേണമെന്നുണ്ടെങ്കിൽ അത് യൂട്യൂബിൽ പോയിട്ട് അത് സെർച്ച് ചെയ്ത് നോക്കാം. പുതിയ പുതിയ മ്യൂസിക്കുകൾ ഇടുമ്പോൾ അവർ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഞാൻ വീഡിയോയുടെ അവസാനത്തിൽ കാണിച്ചു തരാം. കണ്ടില്ല. അപ്പോൾ ഇതുപോലെ ഡൗൺലോഡ് അടിക്കുക. അത് നമ്മൾ ഓൾറെഡി അവിടെ ഡൗൺലോഡായി കിടക്കും. നല്ല നല്ല മ്യൂസിക്കുകൾ നമുക്ക് നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഷോർട്ടായിട്ടുണ്ട് കേട്ടോ, പല ഡ്യൂറേഷൻ്റെ മ്യൂസിക്കും അവൈലബിൾ ആണ് ഈ ഒരു യൂട്യൂബ് ഓഡിയോ ലൈബ്രറിയിൽ. അപ്പോൾ ചെയ്ത സ്റ്റെപ്പുകൾ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ. അപ്പം ഇനി ഇതുപോലെ ചെയ്താൽ മതി. മാക്സിമം കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള മ്യൂസിക്കുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കാരണം മോണിറ്റൈസേഷൻ ആയിട്ടുള്ള സമയത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടേണ്ട റവന്യൂ നമ്മൾ കോപ്പിറൈറ്റ് ഉള്ള മ്യൂസിക്കാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓണർക്കേ കിട്ടുള്ളൂ. അപ്പോൾ അത് മാക്സിമം ശ്രദ്ധിക്കുക. ഇമേജസ് ആയാലും മ്യൂസിക് ആയാലും കോപ്പിറൈറ്റ് ഇല്ലാത്തത് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മളുടെ ആ ഒരു 3 ഡോട്ട് ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, ഡൗൺലോഡ്സ് അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത മ്യൂസിക് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇത് ആരെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് ഷെയർ ചെയ്യുക. നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ച് മുൻപ് ഡൗൺലോഡ് ചെയ്തതൊക്കെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് താഴെ നോക്കിയാൽ കാണാൻ കണ്ട. ഇതൊക്കെ ഞാൻ മുൻപ് ഡൗൺലോഡ് ചെയ്ത് വെച്ച മ്യൂസിക്കുകളാണ്, അത് കിട്ടും. പിന്നെ ചിലർ ഫയലായിട്ട് അയച്ചു തരും. എനിക്കങ്ങനെ ഫയലായിട്ട് അയച്ചു തന്നിട്ടുണ്ട്, അതും ഉണ്ട്, വാട്സപ്പിൽ ഉണ്ട്. ഇത് കണ്ടില്ലേ, ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രോം എടുത്തിട്ട് 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത മ്യൂസിക്കുകൾ കാണാം. എന്നിട്ട് അവിടെ ഓരോ മ്യൂസിക്കിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഒരു ഇത് 3 ഡോട്ടിൽ ഷെയർ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് എങ്ങനെയാണോ വാട്സപ്പിൽ മെസ്സഞ്ചറിലോ ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ ഒരു ഓപ്ഷനിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആരെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം.
ഇനി യൂട്യൂബിൽ പോയിട്ട് യൂട്യൂബ് ഓഡിയോ ലൈബ്രറിയിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഓഡിയോ ലൈബ്രറി അവരുടെ ചാനലുണ്ട്. അപ്പോൾ ആ ചാനലിൽ കുറേ മ്യൂസിക്കുകൾ പേര് സഹിതം കൊടുത്തിട്ടുണ്ട്, ഓരോ ആർട്ടിസ്റ്റിൻ്റെ പേരും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക്കുകൾ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് നേരത്തെ കണ്ട പോലെ ക്രോമിൽ പോയി ഓഡിയോ ലൈബ്രറിയിൽ നിന്ന് നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. സിമ്പിളല്ലേ സ്റ്റെപ്പുകളൊക്കെ? അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് മനസ്സിലായെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ്സ് ചെയ്യുക. അതേപോലെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം, മറക്കരുത്. പിന്നെ അഫീസ് നോട്ട്ബുക്ക് എന്നായിട്ടുള്ള ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വേണം സെലക്ട് ചെയ്ത് കൊടുക്കാൻ. അപ്പോഴാണ് ഇനി വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുക, ഓൾ സെലക്ട് ചെയ്താൽ. പിന്നെ വീഡിയോസൊക്കെ ഇടയ്ക്ക് കാണുകയും വേണം. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്